ഇറാൻ സേനയ്ക്ക് നേരെ ബലൂജ് ആർമിയുടെ ആക്രമണം. ഡിസംബർ മാസം 10-നാണ് ഇറാന്റെ തെക്കു കിഴക്കൻ മേഖലയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ബലൂജ് ആർമി അതിശക്തമായ ആക്രമണം നടത്തിയത്. 4 ഇറാൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള മേഖലയിലേക്ക്, അതായത് ഇറാന്റെ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് ടെഹ്റാനിൽ നിന്ന് 1125 കിലോമീറ്റർ കിഴക്കുമാറിയുള്ള പ്രദേശത്താണ് ഇറാൻ സേനയ്ക്ക് നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇറാൻ സേനയ്ക്കെതിരെ ബലൂജ് ആർമി നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താർ ജില്ലയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. 4 ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പെട്രോളിംഗ് സംഘത്തിന് നേരെ പതിയിരുന്ന ബലൂജ് ആർമി ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 1-2 വർഷക്കാലമായി അതിർത്തിയിൽ ഇറാൻ സേനയും ബലൂജ് ആർമിയും തമ്മിൽ പരസ്പരം പോരാട്ടം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 13 ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തകരെ ഇറാൻ സേന വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുണ്ടായ പ്രധാന ആക്രമണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിസംബർ മാസം 10-ാം തീയതി 4 ഇറാനിയൻ സൈനികരെ ബലൂജ് ആർമി വധിച്ചതായിട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹമാസിനെതിരെയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. ഇസ്രായേലിന് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഭീഷണി മുഴക്കിയതായുള്ള സൂചനകളും പുറത്തു വരുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ അറബ് രാജ്യങ്ങളുടെ, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സൗദി അറേബ്യയോട്, ഖത്തറിനോട്, UAE-യോട്, തുർക്കിയോടടക്കം ഇറാൻ ഈ ആവശ്യം ഉന്നയിച്ചായിട്ടുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ ഇറാന്റെ ആവശ്യത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുക അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തെ ഏറ്റവും അമേരിക്കയേക്കാൾ കൂടുതൽ ആയുധങ്ങൾ കൈവശമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. തങ്ങളെ ആരാക്രമിച്ചാലും അവരെ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചാക്രമിക്കാനുള്ള ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഏറ്റവും അതിശക്തമായ വ്യോമസേന കയ്യിലുള്ള രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിലൊന്ന് പെട്ടെന്ന് ആക്രമിച്ച് നശിപ്പിച്ച് കളയാം എന്ന് ആഗ്രഹിക്കുന്നവർ അപൂർവമാണ്. ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ഇറാൻ ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഇറാന്റെ ഇത്രയും കാലത്തെ നീക്കം നേരിട്ടല്ലായിരുന്നു. തങ്ങളുടെ പ്രോക്സികളായ ഹിസ്ബുള്ള, ഹൂതികൾ, അതുപോലെ ഹമാസ് തുടങ്ങിയ ഭീകര സംഘടനകളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു ഇറാന്റെ രീതി. നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി തങ്ങൾക്ക് താങ്ങാനാകുന്നതിന് അപ്പുറമായിരിക്കുമെന്ന് ഇറാന് കൃത്യമായി അറിയാം. ഈ വർഷം ജൂൺ മാസത്തിൽ അത് ഇറാൻ അനുഭവിച്ചതാണ്. 12 ദിവസം നീണ്ടുനിന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ആ 12 ദിവസം കൊണ്ട് ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ, ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ വലിയ നാശനഷ്ടമാണ് ഇസ്രായേൽ വരുത്തിയത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ തലയ്ക്ക് മുകളിലെത്തി വൻ ബോംബാക്രമണമാണ് ഇറാനിൽ നടത്തിയത്. എന്നിട്ടും ഇറാന് ഒന്ന് തിരിച്ചടിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഒരു മിസൈലോ ഒരു റോക്കറ്റോ പോലും ഇസ്രായേൽ വിമാനങ്ങൾക്ക് നേരെ, ഇസ്രായേലിന് നേരെ തൊടുക്കാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളത് ഇറാൻ്റെ ഏറ്റവും വലിയ നാണക്കേടായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ മാസം 7-ന് ശേഷം
ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ച ശേഷം 3 തവണയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. 3 തവണയും ഇസ്രായേലിൻ്റെ ആക്രമണം മിണ്ടാതെ ഏറ്റുവാങ്ങുക എന്നത് മാത്രമായിരുന്നു ഇറാൻ്റെ വിധി. ഇറാൻ്റെ തലയ്ക്ക് മുകളിലെത്തി ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കും മറ്റ് ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും ഡ്രോൺ ഫാക്ടറികളിലേക്കും ഇസ്രായേൽ നടത്തിയത് കനത്ത ബോംബാക്രമണമായിരുന്നു. എന്നാൽ ഒരു തിരിച്ചടിക്ക് പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇറാൻ. എന്നാൽ ഇറാൻ്റെ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കാര്യം ഏറ്റവും ശക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബലൂജ് ആർമിയിൽ നിന്ന് ഇറാന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാൻ്റെ 4 സൈനികരെ ബലൂജ് ആർമി വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഡിസംബർ മാസം 10-ാം തീയതിയാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ നിരവധി ഇറാൻ സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരവും പുറത്തു വരികയാണ്.